2015 മാർച്ച് മുതൽ ഒരു വർഷക്കാലം സരിതയുടെ ഫോൺ മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ സോളാറിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫോണിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെയും ഫോണിലേക്ക് അടക്കം വിളിച്ച രേഖകൾ പീപ്പിൾ ടിവി പുറത്തുവിടുമ്പോൾ തന്നെ ഉപയോഗിച്ച മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം സരിതയുടെ ആരോപണങ്ങൾ ഗുരുതരമായി നിൽക്കുമ്പോൾ ഒരു ഭരണസ്ത്രീയെ ഏതൊക്കെ തരത്തിൽ ബ്ലാക്ക്മെയിലിംഗ് ചെയ്തു, ആ ബ്ലാക്ക്മെയിലിംഗിൽ മണി ബ്ലാക്ക്മെയിലിംഗും ബോഡി ബ്ലാക്ക്മെയിലിംഗും ഏതു തരത്തിലാണ് സരിതയുടെ വാക്കുകളെ വിലയിരുത്തേണ്ടത് അഴിമതിയും ലൈംഗികതയുമായി ബന്ധപ്പെട്ട്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ ടിവി ഇന്ന് പുറത്തുവിട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിത നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളടക്കം 2015 മാർച്ച് മുതൽ ഒരു വർഷക്കാലം സരിത മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും മന്ത്രിമാരുമായും നടത്തിയ ഫോൺ സംഭാഷണം, അതോടൊപ്പം മുഖ്യമന്ത്രി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നടക്കമുള്ള സരിതയുടെ സ്ഥിരീകരണവും കത്തിലെ വെളിപ്പെടുത്തലും കൃത്യമായി സരിത തന്നെ സ്ഥിരീകരിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുന്നു. ഭരണകൂടം ഒരു സ്ത്രീയെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു, ഒരു സംരംഭകയെ, അങ്ങനെയാണ് തുടക്കമെങ്കിൽ ആ ഒരു സംരംഭകയ്ക്ക് വ്യാവസായിക കേരളത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ ദുരുപയോഗങ്ങളുടെയും നേർക്കാഴ്ചയായി സരിത പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം സോളാർ കേസിൽ പ്രതിയായ സരിത മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി വിളിച്ച ടെലിഫോൺ സംഭാഷണങ്ങളുടെ രേഖകളാണ് പീപ്പിൾ ടിവി ഇന്ന് പുറത്തുവിട്ടത്. 2015 മാർച്ച് മുതൽ ഒരു വർഷക്കാലം ഏതൊക്കെ തരത്തിൽ മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവുമായും മന്ത്രിമാരുമായും സരിത ബന്ധപ്പെട്ടു ടെലിഫോണിൽ, ഇതടക്കം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ വസ്തുത, അതോടൊപ്പം തന്നെ താൻ ഒരു വ്യവസായം ആരംഭിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു, അങ്ങനെ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അപമാനവും ചൂഷണവും, സരിതയുടെ വാക്കുകൾ. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ വികസന മാതൃകകളിൽ ഒരു സ്ത്രീക്ക് കടന്നു വരാൻ കഴിയുമെങ്കിൽ അതിൽ ബലിയാടാക്കപ്പെട്ടു താൻ എന്ന് സരിത പറഞ്ഞാൽ തന്നെ ഏതൊക്കെ തരത്തിലാണ് ബലിയാടാക്കിയത്? പീപ്പിൾ സരിതയുടെ ടെലിഫോൺ സംഭാഷണം അടക്കമുള്ളവ ഇന്ന് പുറത്തുവിടുമ്പോൾ ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി എ റഹീം, അതോടൊപ്പം വീക്ഷണം റെസിഡന്റ് എഡിറ്റർ ജെ അജിത് കുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ എ സജീവൻ, വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ വേണുമോഹൻ, ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായി ഫക്രുദ്ദീൻ അലിയും. അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിട്ട ആ റിപ്പോർട്ടിലേക്ക്. സരിത നായരും മുഖ്യമന്ത്രിയും തമ്മിൽ 2015 മാർച്ച് 1 ടെലിഫോൺ സംഭാഷണം 50 സെക്കൻഡ് നീണ്ടുനിന്നു. CM-ഉമായിട്ട് എൻ്റെ 2 ഫോണിൽ നിന്നും ഞാൻ 2014 ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് ഒരു മിഡ് 2014 ശേഷം ഓഗസ്റ്റ് തൊട്ട് ഏകദേശം 6 തവണയോളം 2014-2015 കാലഘട്ടത്തിലും 2015 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമാണ് സാറിൻ്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളും സരിതയും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെയും തെളിവുകളാണ് പുറത്തുവരുന്നത്. സരിത നായർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവരുമായെല്ലാം ഫോണിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയും സരിതയുമായി 34 തവണയാണ് സംസാരിച്ചത്. 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു ഇത്. മുഖ്യമന്ത്രിയുടെ വലംകൈയായി അറിയപ്പെടുന്ന ബെന്നി ബെഹന്നാൻ സരിതയുമായി 80 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. മറ്റൊരു പ്രമുഖനായ തമ്പാനൂർ രവി 515 തവണയാണ് സരിതയുമായി സംസാരിച്ചത്. സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകാനെത്തിയ സമയത്ത് തമ്പാനൂർ രവിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നായിരുന്നു ഉള്ളടക്കം. സരിതയ്ക്ക് 3 നമ്പറുകളുണ്ടെങ്കിലും 9544023627 എന്ന നമ്പറിലായിരുന്നു വിളികൾ അധികവും. ഹൈബി ഈഡൻ MLA 18 തവണയാണ് സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടതെങ്കിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് 41 തവണയാണ് ബന്ധപ്പെട്ടത്. മന്ത്രി അടൂർ പ്രകാശ് 2 തവണയും സരിതയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിതയുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും എന്തിന് ഇത്രയേറെ തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സരിത നായരെ അറിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. എ സജീവനിലേക്ക്. ശ്രീ എ സജീവൻ, കൃത്യമായ വിവരങ്ങളാണ്. ടെലിഫോൺ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ആർക്കും കള്ളം പറയാൻ പറ്റില്ല, അത് രേഖകളാണ്. ആ രേഖകൾ വരുമ്പോൾ ജാമ്യമെടുത്ത ശേഷം സോളാർ തട്ടിപ്പ് കേസിൽ സരിത ബന്ധപ്പെടുന്നു മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും MLA-മാരുമായും. തെളിവുകൾ എന്ന് പറയുമ്പോൾ തെളിവുകൾ വരുമ്പോഴും അതിൻ്റെ നിയമവശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. പക്ഷേ വിശ്വാസ്യത, ആ വിശ്വാസ്യതയാണ് എന്നും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏറ്റവും പുതുതായി പീപ്പിൾ ടിവി ഇപ്പോൾ പുറത്തുവിടുന്നു, സോളാർ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷവും സരിത ബന്ധപ്പെടുന്ന ടെലിഫോൺ നമ്പേഴ്സ്
അതിൻ്റെ ലിസ്റ്റ്? എ സജീവൻ. അല്ല, അതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ടെലിഫോൺ ലിസ്റ്റിന് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്നതാണ്, മുഖ്യമന്ത്രിയുടെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സഹപ്രവർത്തകരിലെ ജീവനക്കാർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻസ് ആയിട്ടുള്ള 3 പേരുടെ നമ്പറിലേക്ക് തുടർച്ചയായിട്ട് വിളിച്ചു. അവർക്ക് സരിതയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തെളിഞ്ഞു. അവരിൽ പലർക്കെതിരെ നടപടിയിലേക്ക് വന്നു. അവരൊക്കെ കേസിൽ പെടുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതലേ ഉള്ളതാണ് ഈ ബന്ധം. എന്തിനാണ് ജിക്കുവിനെയോ ജോപ്പനെയോ സലീം രാജിനെയോ ഒക്കെ സരിത ബന്ധപ്പെടുന്നതെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത് പൂർണ്ണമായിട്ടും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞതനുസരിച്ചുള്ള രീതിയിൽ തമ്പാനൂർ രവി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും എത്ര തവണ 500-ലേറെ തവണയൊക്കെ വിളിക്കുന്നു. ഇവരുടെ ഫോൺ സംഭാഷണത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിൻ്റെ ഓഡിയോ ടേപ്പ് പുറത്തു വന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമില്ല. പക്ഷേ ഇതിങ്ങനെ പോകുന്നതുകൊണ്ട് കാര്യമില്ല. ഇന്നെനിക്ക് തോന്നുന്നു കോടതിയിൽ ഈ സരിതയുടെ ഒരു പെറ്റീഷൻ, ഒരു ഹർജി വന്നപ്പോഴും കോടതി എടുത്ത നിലപാട് സരിതയുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ അത് എന്തായാലും സരിതയെ വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അവർ ഉന്നയിക്കുന്നൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അനുകൂലമായിട്ട് ഒരു വിധി ഉണ്ടാവുന്ന രൂപത്തിൽ അന്വേഷിക്കണമെന്ന് സരിത ആവശ്യപ്പെടുന്നില്ല. സരിത പറയുന്ന ഇക്കേസ് അന്വേഷിക്കണം. അതിവിടെ അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണം. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് ആരാണോ കുറ്റം ചെയ്ത് അവരെ ഈ തുറുങ്കിലടയ്ക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കുന്ന രൂപത്തിലോ പോവുകയും നിരപരാധിയായിട്ട്, അത് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാരാണെങ്കിൽ മന്ത്രിമാർ, അല്ലെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിൽ ജനപ്രതിനിധികൾ, അവരെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക്, അവർ തെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ സംരക്ഷണം കിട്ടണം. അല്ലാതെ ഒറ്റയടിക്ക് ഇത് ഇന്ന ആൾ പറയുന്നത് ശരിയല്ല, അത് വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിക്കാൻ കൊള്ളുമെന്ന രൂപത്തിലൊക്കെ നമ്മൾ പെരുമാറുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇവിടെ കുറേ തെളിവുകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിട്ടുള്ള തെളിവ്, പീപ്പിൾ TV പുറത്തു വിട്ടുള്ള തെളിവ്, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫോണിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫോണിലേക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഫോണിലേക്കും വിളിച്ചിരിക്കുന്നു. എന്തിനു വിളിച്ചു? അപ്പോൾ ഇതൊക്കെ ഒന്നുകിൽ ഇനി നമ്മൾ പറയാം, മുഖ്യമന്ത്രിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സരിത വിളിച്ചാണെങ്കിൽ അതും അക്കാര്യവും പുറത്തു വരണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ കേസിലും എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന പോലെ ഇത് ചർച്ച ചെയ്ത് വിടുകയോ, അതിന് ഈവൻ കോടതി പോലും ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ട ചുമതല കോടതിക്ക് പോലും ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഇത് കളയുകയല്ല. CBI ഇല്ലെങ്കിൽ വേറൊരു ഏജൻസി അന്വേഷിക്കണം. കോടതിയുടെ പൂർണ്ണമായുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ CBI അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും, ഇതിനെപ്പോലെ CBI പല കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് പല കേസുകളും CBI അന്വേഷിച്ച് തകർന്നു പോയ കേസുകളുണ്ട്. അങ്ങനെ അഭയ കേസ് ഉൾപ്പെടെയുള്ളത് ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുന്ന കേസ്, കോടതിയുടെ നിരീക്ഷണം കൊണ്ട് മാത്രം എവിടെയെങ്കിലും എത്തിയെന്ന് പറയാവുന്നൊരു കേസുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിരിക്കെ കോടതി തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി പറയേണ്ടിയിരുന്നത്, കോടതിയുടെ നിരീക്ഷണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഞങ്ങൾ ഉത്തരവിടുന്നെന്ന് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്നതിന് പകരം സരിതയുടെ വിശ്വാസ്യത എന്നതിലേക്കാണ് കോടതി പോകുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ സരിതയുടെ ഇൻ്റർവ്യൂ കണ്ടു. സരിത പറയുന്നു 94-ൽ SSLC പരീക്ഷയ്ക്ക് 20ാം റാങ്ക് നേടിയ ആളാണ് ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്തും സരിത ഇതേപോലെ നമ്മൾ ആരോപിക്കുന്ന മോശതരത്തിലേക്കൊന്നും പോയ ആളായിരിക്കില്ലല്ലോ. സരിത എങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിങ്ങനെ വഴിവിട്ട രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണോ? അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം. പക്ഷേ ഈ സരിത തന്നെ പറഞ്ഞല്ലോ, ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സ്ത്രീയുടെ ഗതികേട്, അങ്ങനെ പോയിട്ട് പല ആളുകളടുത്തും പോകുന്നു. അപ്പോൾ അവർ കാശ് ചോദിക്കുന്നു. കാശ് മാത്രമല്ല മറ്റത് ഇപ്പോൾ പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഒരാളെ നിർബന്ധപൂർവ്വം വലിച്ചഴിക്കുന്ന രീതിയിൽ പോയിട്ടുണ്ട്. അത് തന്നെയാണ് തെറ്റ്. നമ്മൾ സ്ത്രീ വളരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ, ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം നിയമങ്ങൾ കൊണ്ടുവരുന്നൊരവസ്ഥയിൽ നമ്മൾ ഇപ്പോഴും സരിത മോശക്കാരി, സരിത പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിൽ പോകരുത്. സരിത മോശക്കാരിയാവാം, സരിത പറഞ്ഞ് വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യമാവാം, കാപട്യമാവാം, ഇതൊക്കെ പറയുന്ന അധാർമികമായിട്ടുള്ള കാര്യങ്ങളാവാം. പക്ഷേ അത് തെളിയിക്കണമല്ലോ. സത്യത്തിൽ ഇവിടെ വേണ്ടത്, ഇന്ന് ഞാൻ കോടതിയുടെ ഉത്തരവ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയത്, കോടതി എന്തുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ CBI വേണ്ട, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറയേണ്ടതായിരുന്നു.
അങ്ങനെ ആശിച്ചു പോയി നമ്മളൊക്കെ. പക്ഷേ അതിന് പകരം ഇത് ഒരു പുകമറയായിട്ട് എത്ര കാലമായിട്ട് നിൽക്കുന്നു. ഇത് മുഖ്യമന്ത്രിക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു പുകമറയായിട്ട് ഇത് നിൽക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമില്ല, തെളിവുകളുടെ അഭാവമില്ല, എല്ലാം ഉണ്ട്. യെസ്, ഫക്രുദ്ദീൻ മറ്റതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനം എ സജീവൻ പറയുന്നത് തെളിവുകളുടെ അഭാവമല്ല ഇവിടെ വിഷയം. ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ട ആ രേഖകൾ പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ വിളിച്ചു. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം സോളാർ കേസിൽ ജാമ്യം എടുത്തതിന് ശേഷമുള്ള സരിതയുടെ ഫോൺ സംഭാഷണമാണ്. അതും സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അവിടെ അതിനു മുമ്പ് ഉള്ള ബന്ധങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സരിതയ്ക്ക് ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ടായിരുന്നു, ഏതൊക്കെ പേഴ്സണൽ സ്റ്റാഫുമായി സരിത ബന്ധപ്പെട്ടിരുന്നു, അവർക്കെതിരെ എനിക്കറിയില്ല, എന്നാൽ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ളവെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, ഇതൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകളാണ്. അവർക്കെതിരെ നടപടി ഉണ്ടായി. ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ട ആ രേഖകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയെയും സരിത വിളിച്ചിരിക്കുന്നു നേരിട്ട്. 1 2 പ്രാവശ്യമല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്പർ സഹിതം 9447773747 നമ്പറിലേക്ക് സരിത വിളിച്ചത് 34 തവണ. സോളാർ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം വാസുദേവ ശർമ്മ ഇപ്പോഴും അധികാര സ്ഥാപനങ്ങളിൽ സുഖമായി നടക്കുന്നു. വാസുദേവ ശർമ്മ ഞാൻ അറിയുന്നിടത്തോളം സരിതയുടെ കത്തിലൊന്നും അങ്ങനെ പേരില്ലല്ലോ. ഒരു നല്ല മനുഷ്യൻ, സാത്വികനായ മനുഷ്യനാണ്. ഞാൻ മുമ്പ് തൊഴിലാളികളുടെ ഒരു കാര്യമായിട്ട് വന്നോട് മുഖ്യമന്ത്രി തോന്നി അദ്ദേഹത്തെ കണ്ടായിരുന്നു. അപ്പം ഇത് സ്വാഭാവികമായിട്ടും സരിത വാസുദേവ ശർമ്മനെ വിളിക്കുകയാണെങ്കിൽ വാസുദേവ ശർമ്മയായിട്ടുള്ള ഇടപാടിന് ഒന്നല്ല ജോപ്പനെ വിളിക്കുന്ന പോലെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിരിക്കും. കാരണം ഈ ജയിലിനടങ്ങിയതിനു ശേഷം അവർക്ക് ബിസിനസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ബിസിനസ്സിൻ്റെ ബാക്കി എന്തോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇവിടെ നമ്മൾ 2 ലെയറായിട്ട് ഈ കാര്യങ്ങൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്, ഈ രീതിയിൽ സരിതയെ വെച്ചുകൊണ്ട് വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ അരങ്ങേറുകയും അതിൽ UDF ഗവൺമെൻറ്റിൻ്റെ ഉന്നത വൃന്ദങ്ങൾ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടു എന്ന് കൃത്യമായി തെളിയിക്കുന്ന തെളിവുകളാണ് ഇന്നിപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റും അതിനു മുമ്പാണ് ആര്യാടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതുപോലെ ഇന്ന് വന്ന ഫോൺ രേഖകളൊക്കെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം സരിത ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരായിട്ട് ബന്ധപ്പെട്ടു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധമുള്ള ഒരാൾ, ഇപ്പോൾ ആക്സിഡൻ്റലി നമ്മളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അവർ ഇങ്ങനെ കേസ് കുടുങ്ങി, അവർ തട്ടിപ്പുകാരി, ഒരാൾ പെട്ടുപോയാൽ നമുക്ക് സഹായിക്കാം. തട്ടിപ്പുകാരിയെന്ന് പറഞ്ഞാൽ ആരെയും തട്ടിപ്പുകാരി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. അപ്പോൾ ഈ തട്ടിപ്പുകാരി ആയ ഒരാളെ സരിത പറയുന്നത് എന്നെ തട്ടിപ്പുകാരി ആക്കിയത് ഈ കോൺഗ്രസ്സുകാരാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം എന്ന് സരിത പറയുന്നു. തട്ടിപ്പാരി എന്ന് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ തട്ടിപ്പാരി എന്നായ സരിതയായിട്ട് പിന്നെന്തിനാ ബന്ധപ്പെടുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മാന്യന്മാരാണ്. നമ്മൾ എന്ത് ചെയ്യുക? അവരെ പരമാവധി അവർ നൊയിഞ്ഞു നിൽക്കും. അവരെ ഫോൺ ചെയ്യുകയോ അവർ ഫോൺ ചെയ്യാൻ എടുക്കുകയോ ചെയ്യില്ല. ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ഘട്ടത്തിൽ അറിയാതെ ഇപ്പോൾ സിദ്ദിഖ് പറയും പോലെ ഒരു തവണയൊക്കെ എടുത്തു പോയി എന്നൊക്കെ വരാം. ഇതല്ലല്ലോ 13 14 തവണയൊക്കെ. ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സ്കാൻഡൽ നടന്നിരുന്നെന്നും ഇത് PC ജോർജൊക്കെ പറയുന്ന പോലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയൊരു ഇടപാട് ലക്ഷ്യം കൊണ്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. ഇവിടെ രണ്ടാമത് കാര്യങ്ങളിപ്പം ഈ കമാൽ പാഷ നമ്മൾ മനസ്സിലാക്കിയ സുധീരമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് വരാൻ കാരണം സരിത ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണ്, ഇലക്ഷൻ ഒരു 6-7 മാസം മുമ്പ് മാത്രമാണ് സരിത കൃത്യമായി വരുന്നത്. അതുവരെ സരിത വരും, ഒരു പത്രസമ്മേളനം നടത്തും, കുറച്ച് ദിവസം കഴിഞ്ഞ് സരിത മാറ്റിപ്പോയും. ഇങ്ങനെ സരിതയുടെ പണ്ടത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാറ്റിപ്പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന് സരിത തന്നെ പറയുന്നുണ്ട്, ഞാൻ പിരിച്ചെടുത്ത തുക അതെവിടെ പോയി? എന്നെ മന്ത്രിമാരടക്കം കേന്ദ്രമന്ത്രിമാരടക്കം ശാരീരികമായി ചൂഷണം ചെയ്യുമ്പോൾ സാമ്പത്തികമായി എനിക്കുണ്ടായ നേട്ടം ഷെയർ ചെയ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകന്, മന്ത്രിമാർക്ക്, കേന്ദ്രമന്ത്രിമാർക്കൊക്കെ എന്നെ ബലിയാടാക്കി. അതിനുശേഷം ഞാൻ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആര്? പിതൃതുല്യനായ മുഖ്യമന്ത്രി എന്നെ വിശ്വസിപ്പിച്ചു, എന്റെ അമ്മയ്ക്ക്. അത് നഷ്ടപ്പെട്ടതിന് ശേഷം ഉള്ള സരിതയുടെ വാക്കുകൾ, സരിതയെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഒരു വ്യക്തിയെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം, അവരുടെ നിലപാടുകളെ. അതിനുശേഷം അവരുടെ നിലപാടുകൾ മാറ്റിയിട്ടില്ല. നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കമാൽ പാഷനെ പോലെ ഒരാളൊക്കെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മുൻവിധിയോട് കൂടി സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം കമാൽ പാഷയ്ക്ക് ഇതിൽ വേറൊരു ഒന്നും ഹൈഡ് ചെയ്യാനില്ല. മാത്രമല്ല അദ്ദേഹം വളരെ കൃത്യം മതസ്ഥാപനങ്ങളൊക്കെ വിമർശിച്ചുകൊണ്ട് സ്വന്തം നിലപാട്, അത് മുസ്ലിംസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിംസ് വിമർശിച്ച കാര്യം നിങ്ങൾക്കറിയാം. മക്കയെ പോയിട്ട് പിന്നെ ഇതിൽ ബോംബ് വെക്കുന്ന പോലെ, കയബയ്ക്ക് ബോംബ് വെക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുറന്നു പറഞ്ഞ ഒരാളാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവർ മാറ്റി പറഞ്ഞ മറ്റൊരു സംഭവം എയറിലുണ്ട്. അപ്പോൾ ഇങ്ങനെ എയറിലുള്ള സമയത്ത് ഇനി എത്രത്തോളം, ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കാലമായിട്ട് അവർ കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഹൈക്കോടതിയെ സമീപിച്ചത്.
എന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിന് നമ്മൾ ഈ കോടതിയെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അതിൽ സരിതയുടെ ഒരു വീഴ്ചയാണ്. ഇനി സരിത ഉറച്ചു നിൽക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ നേരത്തെ ഒന്നാമത്തെ ലേതുണ്ടല്ലോ ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സാമ്പത്തികമായ ക്രമക്കേടാണ്, ഇതിൻ്റെ വലിയൊരു അഴിമതിയാണ്. ഇതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്, അന്വേഷിക്കണം. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇപ്പം ഉണ്ടോ? എല്ലാവരും പറയുന്നു സോളാർ കമ്മീഷൻ ഒരുപാട് ലിമിറ്റേഷൻസ്. അത് കോടതി തന്നെ ഇടപെടേണ്ടതാണ്. കോടതി ഇപ്പൊ മേൽക്കോടതി അവർക്ക് പോകാമായിരിക്കും. അത് അവർ കൃത്യമായിട്ട് പിന്നെ എന്താ പറയുക ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിൽ നമ്മൾ അഭിമാനത്തോട് കൂടി കാണുന്ന സ്ഥലമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ ഒരാൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ, നമ്മുടെ മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ കമ്മീഷൻ വരെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ വിശുദ്ധനാണ് തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യകതയാണ്. അതാണ് എ റഹീമിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടുപേരുണ്ട്. കാര്യം നമ്മൾ ആരോപണം വരുമ്പോൾ അവർക്ക് എത്രമാത്രം മറുപടി പറയാൻ അവസരം കിട്ടുമോ അത്രമാത്രം മറുപടി പറയാൻ അവസരം കൊടുക്കണം. വീക്ഷണം റെസിഡന്റ് എഡിറ്റർ ജെ അജിത് കുമാർ, അതോടൊപ്പം ഡോക്ടർ വേണുമോഹനും. അജിത് കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ വേണുമോഹൻ, താങ്കളെ ഞാനൊരു വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുന്നതുകൊണ്ടാണ് ആ ചോദ്യവും വരുന്നത്. ഫക്രുദ്ദീൻ പറയുകയാണ്, എ സജീവൻ പറയുകയാണ്, സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രി സാമ്പത്തിക തട്ടിപ്പ്, എ റഹീം അത് ആ തരത്തിലല്ലേ ഈ കേസ്, സോളാർ കേസ് സാമ്പത്തിക തട്ടിപ്പും ലൈംഗിക അരാജകത്വവും എന്നുള്ളതിലേക്ക് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുന്നു. അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഓരോ പൗരനും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു ആവശ്യത്തോട്? സത്യം പുറത്തു വരണമെന്നുള്ളതിൽ തർക്കമില്ല, ഏത് കാര്യത്തിലായാലും. ഇവിടെ നമ്മൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇപ്പം ഈ യഥാർത്ഥത്തിൽ ഇവിടെ മത്സരം നടക്കുന്നത് LDFും UDFും ആയിട്ടല്ല, കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അബ്കാരി ലോബിയായിട്ടുള്ള മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇല്ലായ്മ ചെയ്യേണ്ട ഏറ്റവും വലിയ ആവശ്യം അബ്കാരി മുതലാളികൾക്കാണ്. അല്ലല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ തേര് തെളിക്കുന്ന നായകനെതിരായിട്ട് ബാലിശമായ നാലാന്തര ആരോപണങ്ങളുമായി സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ രേഖകൾ എങ്ങനെ പുറത്തു വരുന്നു? ഏറ്റവും വലിയ രേഖ എന്ന് പറയുന്നത് ഇന്നത്തെ ജസ്റ്റിസ് കമൽ പാഷയുടെ വെർഡിക്റ്റ് ആണ്. എന്താണ് നമ്മൾ കേരളീയ സമൂഹത്തിൽ നിഷ്പക്ഷതയുടെ 100% നിഷ്പക്ഷതയുടെ പര്യായമായ ബഹുമാന്യനായ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ കോടതിക്കും ഓരോ കേസുകൾ മുന്നിൽ വരുമ്പോഴാണ് അവർ വിധി പറയുന്നത്, അല്ലെങ്കിൽ അതിലൊരു കമന്റ് നടത്തുന്നത്. ഇതിലെന്താണ് അവർ പറയുന്നത്? സാങ്കേതികത്വമാണ്. ഒരു പ്രതിക്ക്, ഒരു കൂട്ടുപ്രതിക്ക് ഒരു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുമോ? അതാണ് കമാൽ പാഷ ചോദിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിലും എ സജീവനും ഫക്രുദ്ദീൻ അലിക്കും ഒക്കെ ആ പ്രതീക്ഷയാണ് അവർ പറഞ്ഞത്. എന്താണ് ഈ ജുഡീഷ്യറി ഇങ്ങനൊരു എൻക്വയറി ഞങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ നിയമത്തിൻ്റെതായ വഴികളുണ്ട്. ആ നിയമത്തിൻ്റെതായ വഴികളിൽ ഒരു കേസിൽ വരുമ്പോൾ കോ അക്യൂസ്ഡ് ആണ് സരിത. മല്ലേലി ശ്രീധരൻ നായർ പരാതിക്കാരനോ അല്ലെങ്കിൽ അദ്ദേഹം കൂടെ ഉൾപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. ഒരു പ്രതിക്ക് ആവശ്യപ്പെടാനുള്ള സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു വേർഷനിൽ ചർച്ച നടത്തേണ്ടി വരും. ആരാണ് CBI അന്വേഷണം അടക്കമുള്ളവർ ഉണ്ടാകേണ്ടത്? അങ്ങനെ ഒരു വാദം അതിലേക്കല്ല എനിക്ക് പോകേണ്ടത്. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് കോടതിയുടെ ജുഡീഷ്യറി ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. താങ്കളടുത്തുള്ള എൻ്റെ ചോദ്യം, ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ വിമുക്തനായി കാണണം. അങ്ങനെയാണല്ലോ ഫക്രുദ്ദീൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ആരോപണ വിധേയനല്ല. മുഖ്യമന്ത്രി ആരോപണ വിധേയനല്ല. ഈ പറഞ്ഞ സ്ത്രീയുടെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട്. ആ കറുത്ത കൈകൾ രാഷ്ട്രീയമല്ല, ഇവിടുത്തെ അബ്കാരി ലോബിയാണ്. ഈ ഒരു സാമ്രാജ്യം കൂച്ചുവലം കെട്ട ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ തുടർന്നു വരുന്നു എന്നുള്ളൊരു സംഭവം വരുമ്പോൾ കേരളത്തിൽ ഈ അബ്കാരി മുതലാളിമാർ ഇല്ലാതാവും. അവരാണ് സരിതയുടെ പിന്നിൽ. ഒരു കാര്യം പ്രദീപ് ഓർക്കണം, 2013 ജൂലൈ മാസത്തിൽ എഴുതിയ ഒരു കത്തെന്ന് പറയുന്ന ഈ സംഭവം എത്രയോ അന്വേഷണങ്ങൾ നടന്നു. ജസ്റ്റിസ് ശിവരാജന്റെ നേതൃത്വത്തിലുള്ള സോളാർ കമ്മീഷൻ അടക്കം ഒരിടത്ത് പോലും പറയാത്തത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുൾമുനയിൽ, പ്രത്യേകിച്ച് അടുത്ത സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ചർച്ച കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? താങ്കൾ അടക്കമുള്ളവർ പറയുന്നു ജസ്റ്റിസ് സോളാർ കമ്മീഷനെ, ശിവരാജൻ കമ്മീഷനെ, ആ കമ്മീഷനിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആ കമ്മീഷന്റെ പരിധികളില്ല എന്ന് പറയുമ്പോഴും ആ കമ്മീഷനിൽ ഒരു സ്ത്രീ
എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി എന്നെ ക്ലിഫ് ഹൗസിൽ വെച്ച് ശാരീരികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ, ക്ലിഫ് ഹൗസിൽ എവിടെ വെച്ചാ പറ്റുന്നത്? കേരളത്തിലെ ജനതയ്ക്കറിയാം. 46 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തി, ആ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ വെച്ച് ഒറ്റയ്ക്ക് കാണുവാനോ സംസാരിക്കുവാനോ പറ്റത്തില്ല. ഇത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ മുഖ്യമന്ത്രി ഒരു സമൂഹത്തിൽ തെറ്റുകാരിയാണെന്നും കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തി. ഇവിടെ ഇപ്പൊ ആരും മുഖ്യമന്ത്രി നിങ്ങൾ ആരാധിക്കേണ്ട ഒരു വ്യക്തിയല്ല. കളങ്കിതരായവർ പറയുന്ന ആരോപണങ്ങൾക്ക് ജനം പുല്ലുവിലയായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ വേണുമോഹൻ, താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ, ക്ലിഫ് ഹൗസിന്റെ പശ്ചാത്തലം ഒക്കെ പറയുമ്പോൾ, ആ ക്ലിഫ് ഹൗസിൽ ഞാനൊന്ന് പറയട്ടെ, ആ ക്ലിഫ് ഹൗസിലാണ് സരിത രാത്രിയും പകലും രാവിലെയും ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ വരെ സരിതയ്ക്ക് പോകാമായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ അടുക്കള അടക്കം ഇറങ്ങുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, ആ ആയിരക്കണക്കിന് ഒരുവളായി സരിതയെ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടോ? ഞാൻ ക്ലിഫ് ഹൗസിൽ പലപ്പോഴും പോയിട്ടുള്ള എന്റെ ചോദ്യത്തോട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ ഈ സംരംഭങ്ങളെല്ലാം നടത്തുമ്പോൾ ലക്ഷ്മി നായർ എന്നുള്ള പേരിലായിരുന്നു അവർ അറിയപ്പെട്ടതെന്ന്. അത് സ്വന്തം പേര് വേദികളായ വേദികളിൽ ലക്ഷ്മി നായരും സരിതാ നായരും. ഇപ്പോൾ ഡോക്ടർ വേണുമോഹൻ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. എനിക്ക് വേണുമോഹനെ അറിയാം. കൈരളി ടിവിയുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. നാളെ നമ്മൾ കണ്ണൂർ വെച്ച് കാണുന്നു. ഡോക്ടർ വേണുമോഹൻ എനിക്ക് ഡോക്ടർ വേണുമോഹൻ ആയിരിക്കും. കൈരളി ടിവിയിൽ വരുമ്പോൾ ഡോക്ടർ വേണുമോഹൻ, താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ പേരാണ്. വേറൊരിടത്ത് ചെല്ലുമ്പോൾ അതിനു മുമ്പ് താങ്കൾ ഈ പറയുന്ന പേര് എനിക്ക് ഡോക്ടർ വേണുമോഹൻ എന്നേ അറിയാവൂ. 5 വർഷത്തിന് ശേഷം താങ്കൾ മോഹൻ വേണു എന്ന് മാറ്റിയാൽ ഞാൻ കള്ളനാണെന്ന് ആയിക്കോട്ടെ. എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യവും അതാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന, അതായത് പണ്ട് ലക്ഷ്മി മോഹനും ഇന്ന് സരിതയുമായിരുന്ന വ്യക്തികൾക്ക് മാറ്റമില്ലല്ലോ. ഏതൊക്കെ വേദികളിൽ മുഖ്യമന്ത്രി കണ്ടു? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത വിദ്യാർത്ഥിയാണ് ഈ പറഞ്ഞ ഒതന്റിസിറ്റി ചില വ്യക്തികൾക്ക് മാത്രമായി ചാർത്തി കൊടുക്കുന്നതൊക്കെ കൊളോണിയൽ കാലഘട്ട ചരിത്രരചന രീതിയാണ്. ഇപ്പൊ ഹോട്ടൽ ബില്ലുകളെ, ധോബിയുടെ ബില്ലുകൾ വരെ പറഞ്ഞു കേട്ടതെല്ലാം ചരിത്രം നിർമ്മിക്കാനുള്ള ചരിത്ര പുനർനിർമ്മാണത്തിനായിട്ട് ഉപാധികളായിട്ട് എടുക്കുന്നതാണ്. അനൽ ഉൾപ്പെടെയുള്ള പുതിയ സങ്കേതങ്ങൾ ചേട്ടൻ അറിയാം. പിന്നെ കോൺഗ്രസിന് വേണ്ടി വാദിക്കായതുകൊണ്ടാണ് അതാണ് അദ്ദേഹം പറയുന്നത്. റഹീം ഇപ്പോൾ ഡോക്ടർ വേണുമോഹൻ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ എല്ലാ കപടതയും ഉള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയോട് എനിക്കുള്ള ചോദ്യം, വേണുമോഹനുള്ള ചോദ്യം, അത് റഹീം പറയുമ്പോൾ അജിത്തിൽ കൂടെ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെയുള്ള ഒരു സ്ത്രീ 2015 ശേഷം സോളാർ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം വിളിച്ച ലിസ്റ്റാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അടക്കം വിളിക്കുമ്പോഴും വേണുമോഹൻ ഇപ്പോഴും പറയുന്നു തരികിട സ്ത്രീ എന്ന. അത് ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്ത് തന്നെ പറയുന്നു, അങ്ങനെ ഒരു തരികിടയെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഇത്ര കണ്ട് സ്വാധീനമുള്ള ആളായി മാറിയത്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിവിടെ ചേർത്ത് വായിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വേണുമോഹൻ, അതുതന്നെയാണ് ഈ ഭരണത്തിൻ്റെ പരാജയമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സരിതയുടെ കാര്യത്തിൽ മാത്രമല്ല, വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവർ, പിടികിട്ടാപ്പുള്ളികൾ മന്ത്രിമാരുടെ ഓഫീസുകളിൽ സദാ വരുന്നുണ്ട് എന്നും സുരക്ഷ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് അന്ന് അതിൽ ജാഗ്രത വേണമെന്ന് DGP സർക്കുലർ ഇറക്കിയ സംസ്ഥാനമാണ് കേരളം. അത്ര വലിയ പാളിച്ചയാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായത്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ സഹിഷ്ണുതയോടെ കേട്ടിരുന്നില്ലേ? ഒന്ന് കേൾക്കണം, താങ്കൾ ഒന്ന് കേൾക്കണം. 2, ഇതുമായി ബന്ധപ്പെട്ട് പലതും പറയാണ്. ഇതിനകത്ത് സരിത ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളാണ്. ആ ഗൗരവമായ പ്രശ്നങ്ങൾക്ക് ഇവർ പറയുന്ന മറുപടി, സരിതയിൽ വിശ്വാസ്യതയില്ല, മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ കേസ് കൊടുക്കാത്തെ? 24 മണിക്കൂറിനകം CBI അന്വേഷണം ആവശ്യപ്പെട്ട കേസ് പോയത് സരിതയുടെ വഴി. ഉമ്മൻചാണ്ടി എന്തേ കേസ് കൊടുക്കാത്തെ? KPCC എന്തേ കേസ് കൊടുക്കാത്തെ? UDF എന്തേ കേസ് കൊടുക്കാത്തെ? തീരുന്നില്ല. ഇപ്പോഴും മാത്രമല്ല, കുറേ നാളുകൾക്ക് മുമ്പ് സോളാർ കമ്മീഷൻ വിസ്തരിക്കുന്ന വേളയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വിവാദമായി പുറത്തു വന്നിരുന്നു. ആ സന്ദർഭത്തിൽ എന്തേ കേസ് കൊടുക്കാത്തെ? ബിജു രാധാകൃഷ്ണൻ മൊഴി കൊടുത്തു. സോളാർ കമ്മീഷന്റെ മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ മൊഴി കൊടുക്കാണ് സരിതയെ വെച്ചിട്ടുണ്ട് പറഞ്ഞു. അതിന്റെ തെളിവെടുക്കാനാ നാടൊക്കെ അയാൾ കൊണ്ടുകിടന്നേ. ഞാൻ ചോദിക്കട്ടെ, അന്നെന്തേ പരാതി കൊടുക്കാത്തെ? അപ്പോൾ അന്ന് ഒരു രേഖയും ഇതാ കിട്ടിയില്ല, വെറുതെ പറഞ്ഞാണ് എന്ന് പറഞ്ഞെങ്കിലും പരാതി കൊടുക്കാതെ? ഇത് പറയാനാകില്ല. നിങ്ങൾ നോക്കൂ, ഈ കേസ് സരിത അറസ്റ്റിലായി പീപ്പിൾ TV ആദ്യമായി വാർത്ത പുറത്തുവിടുന്നു. തുടർന്ന് ഈ പ്രശ്നം വിവാദമായി വന്നപ്പോൾ ആദ്യം ചെയ്യുന്ന ജോപ്പനെ, ജിക്കുമോനെ 2 പേരെ കുരുതി കൊടുത്തു. ഉമ്മൻചാണ്ടി മറുപടി പറയണ്ടേ? ചെറിയ ഇരകളായിരുന്നില്ലേ അവര്? അവരെ യഥാർത്ഥത്തിൽ
അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ കയ്യാമം വെച്ച് അവരാണ് കുറ്റക്കാർ, ഇവർ മാത്രമാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് അന്ന് വലിയ അഭിമാനത്തോടെ പറഞ്ഞ ആൾക്കാരാണ് അവർ. ഉമ്മൻചാണ്ടി സഭയ്ക്കുള്ളിൽ പറഞ്ഞു, സഭയുടെ പുറത്ത് പറഞ്ഞു, ദേ കുറ്റാരോപിത എൻ്റെ ഇതിൽ സ്റ്റാഫിൽപ്പെട്ടവരെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു. ഇതിനകത്ത് പ്രശ്നം ഉമ്മൻചാണ്ടിയാണ്. ഇപ്പൊ ശർമാജിയുടെ കാര്യം ഇപ്പോഴാണല്ലോ വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യം, ഉമ്മൻചാണ്ടി ഇതിനകത്ത് കളങ്കിതനാണ്. ആ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ്, ആ ഉമ്മൻചാണ്ടിയാണ് വീരപുരുഷനായി ഇപ്പോൾ ശ്രീ വേണുമോഹൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുനടക്കുന്നത് ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ കീഴിലാണ്. ഇവിടെ അഭിമാനമുണ്ടെങ്കിലും VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകും. പക്ഷെ രാജിവെക്കുന്നതോടൊപ്പം തന്നെ ഈ ആര് കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ VM സുധീരനും ഒരു കേസ് കൊടുക്കാം. അതിന്റെ സ്കോപ്പും പരിശോധിക്കേണ്ടതുണ്ട്. സരിത സോളാർ തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുമായും ഫോണിൽ ബന്ധപ്പെട്ട രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. വീക്ഷണം റെസിഡന്റ് എഡിറ്റർ J. അജിത് കുമാറിലേക്ക് സജീവനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അജിത് കുമാർ, ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ടതിന്റെ ഒരു പ്രസക്തിയുണ്ട്. അവിടെ മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മ, താങ്കൾ അടക്കമുള്ളവർക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഫക്രുദ്ദീൻ പറഞ്ഞതനുസരിച്ച് സാത്വികനാണ്. ആ സാത്വികൻ 39 തവണ ആ സ്വാധികനെ സരിത S. നായർ ടെലിഫോണിൽ ബന്ധപ്പെട്ട രേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. എത്രയൊക്കെ ന്യായീകരിച്ചാലും അടുത്ത നടപടി ജിക്കുമോനും ഡെന്നി ജോപ്പനെയും പുറത്താക്കിയെങ്കിൽ ഈ വാസുദേവ ശർമ്മയ്ക്കെതിരെ എന്ത് നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്? അതാണ് ചോദിക്കേണ്ടത്. ശ്രീ പ്രദീപ്, എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജയുണ്ട് ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുന്നതിൽ. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല. ഇപ്പോൾ അതായത് ജാമ്യത്തിലിറങ്ങിയോ അല്ലെങ്കിൽ പിന്നെ വിട്ടയക്കപ്പെട്ടോ എന്നുള്ള പറയുന്ന ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ പുറത്തു നിൽക്കുമ്പോൾ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഈ പൊതുപ്രവർത്തകർ ആരുമായിട്ടും ബന്ധപ്പെടാം. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീ KS വാസുദേവ ശർമ്മയായിട്ട് 38 തവണ ഈ സ്ത്രീ സംസാരിച്ചു എന്ന് പറയുന്നത് വലിയ മഹാ അപരാധമായിട്ട് നിങ്ങൾ വലിയ ഇതായിട്ട് ബ്ലോപ്പ് ചെയ്ത് പറയുന്നതിനകത്ത് അതിനകത്തുള്ള ഒരു വല്ലാത്തൊരു ചിത്രപഥം എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. ഇതിനകത്ത് ഇത് പങ്കാളിയായി എനിക്ക് താല്പര്യമില്ല ബേസിക്കലി. പിന്നെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നു. ഇപ്പോൾ ഒന്നാമത് ശ്രീ വാസുദേവ ശർമ്മ ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളല്ല. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോയിട്ട് 1.5 മാസമായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മേൽ എന്ത് നടപടിയെടുക്കും എന്ന് നിങ്ങൾ ചോദിച്ചത് പോലും അത് ശരിയായ ചോദ്യമല്ല ശ്രീ പ്രതി. ഐ എം സോറി ടു ഡിസഗ്രി വിത്ത് യു. പിന്നെ അല്ലല്ല പറയട്ടെ പ്ലീസ്, എനിക്കൊരു അവസരം തന്നു ഇപ്പൊ തന്നല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ ഞാൻ ഇവർ പറഞ്ഞ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഒന്നിനും റിയാക്ട് ചെയ്തില്ല, ഇന്ററപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ അതുപോലെ ഈ പിന്നെ അല്ലെങ്കിൽ ശ്രീ തമ്പാനൂർ രവിയായിട്ട് ഇത്ര തവണ സംസാരിച്ചു, ശ്രീ ബെന്നി ബെഹനായിട്ട് ഇത്ര തവണ സംസാരിച്ചു. ഇങ്ങനെ ഈ സംസാരിച്ചു എന്ന് പറയുന്നതിനകത്തൊക്കെ വലിയ എന്തോ മഹാ അപരാധമുണ്ടോ? ഈ സരിതയുടെ ഇപ്പോൾ ഈ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന കോൾ ലിസ്റ്റിൽ എവിടെങ്കിലും KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ വന്നിട്ടുണ്ടോ? KB ഗണേഷ് കുമാറിൻ്റെ പേര് ഏതെങ്കിലും കോടതിയിൽ, പെരുമ്പാവൂര് സബ് കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള ഇവർ പലയിടത്തും മൊഴി കൊടുത്തല്ലോ, സോളാർ കമ്മീഷന് മുന്നിൽ വരെ മൊഴി കൊടുത്തല്ലോ. എവിടെങ്കിലും KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ KB ഗണേഷ് കുമാറും ഈ സരിത എന്ന് പറയുന്ന ആളോട്ട് ഒരു ബന്ധവുമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ കേരളം വിശ്വസിക്കുന്നുണ്ടോ? അല്ല. അപ്പോൾ ഈ കോൾ ലിസ്റ്റിലും ഈ പറഞ്ഞ എനിക്ക് ഈ സ്ത്രീയോട് സഹതാപമാണ് തോന്നുന്നത്. ഇപ്പോൾ NPCയോട് പറയുന്നത് കേട്ടു, എനിക്ക് 538 മാർക്കുണ്ടായിരുന്നു SSLC-യിൽ. ഞാൻ പിന്നെ MCA വരെ പഠിച്ചു എന്നൊക്കെ. അപ്പോൾ ഇന്റർവ്യൂ ആ ഭാഗം ഞാൻ കേട്ടില്ല. പക്ഷേ MCA കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. പക്ഷേ എപ്പോൾ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇതൊരു കുബുദ്ധിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ സരിത പറയുന്നതെല്ലാം കള്ളമാണ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എഴുതാപ്പുറം വായിക്കണ്ട. അതല്ല ഞാൻ പറഞ്ഞത്. സരിത ഒരു കേസിൽ, കേരളം മുഴുവൻ അങ്ങേയറ്റം വിവാദമായ ഒരു കേസിൽ പെട്ട ഒരു സ്ത്രീ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരുപക്ഷെ സകല കച്ചിത്തുരുമ്പിലും അതായത് മുങ്ങി പൊങ്ങി പോകുന്ന ആ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കാൻ ശ്രമിച്ചാൽ അതിന് അവരെ കുറ്റപ്പെടുത്തണ്ട. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പീപ്പിൾ TV പുറത്തുവിട്ട ആ വാർത്തയുടെ സാങ്ക്ടിയാണ് വരുന്നതുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോളാർ കമ്മീഷൻ തന്നെ തമ്പാനൂർ രവിയുമായി സരിത നായർ ഫോൺ വിളിച്ചതിന്റെ രൂക്ഷമായ വിമർശനങ്ങളടക്കം നടത്തി. അതും താങ്കൾ സോളാർ കമ്മീഷനെ തെറ്റാണ്. സോളാർ കമ്മീഷനെ നിയമിച്ചത് ഇവിടെ കേരളത്തിലെ ശ്രീ റഹീം പറഞ്ഞതുപോലെ സഭയ്ക്കകത്തും പുറത്തും ബഹളം ഉണ്ടായതിനു ശേഷം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്തത് പോലും ആ കമ്മീഷന് മുമ്പിലാണ് 14 മണിക്കൂർ പോയിരുന്ന് കേരളത്തിന് മുഖ്യമന്ത്രി മൊഴി കൊടുത്തത്. അന്നൊന്നും പറയാത്ത, അന്ന് സരിതയുടെ വക്കീലുണ്ടായിരുന്നു അവിടെ, ബിജു രാധാകൃഷ്ണൻ വക്കീലുണ്ടായിരുന്നു അവിടെ. അവർ ക്രോസ് നടത്തിയപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങളാണല്ലോ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ പുറത്തു വന്നാൽ, അതായത് ചില തെറ്റുകൾ ഇന്ന കാലഘട്ടം നിശ്ചയിച്ച് ഇന്ന സമയത്ത് പുറത്തു വരണമെന്ന് നിശ്ചയിക്കാൻ
ഞാൻ താങ്കളോട് തന്നെ വ്യക്തിപരമായി ചോദിക്കുന്നു, ഈ UDF-ഉം കോൺഗ്രസും ഉമ്മൻചാണ്ടിയും കെ മാണിയും ഇവരൊക്കെയാണോ നിശ്ചയിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞത് താങ്കൾ കേട്ടു എന്ന് ഞാൻ നമ്മൾ ഈ ഒരു ടെലിഫോൺ കോൾ ലിസ്റ്റിന് ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ കൊടുത്ത കോൾ ലിസ്റ്റ് ഇത്രയും സാങ്ക്ടിറ്റി കൊടുക്കുന്ന താങ്കൾ അല്ലെങ്കിൽ നമ്മുടെ പത്രക്കാർ ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് എവിടെങ്കിലും പരാമർശിച്ചോ? ഒരു പേര് താങ്കൾ പറയുന്നു, ഒരു പേര് ഒരു പേരൂടെ പറയുന്നു. ഞാൻ ഈ പറഞ്ഞ ആളിന്റെ അച്ഛന്റെ പേരൂടെ പറയുന്നു. ഈ സ്ത്രീ അത് പറയാനുള്ള എല്ലാ അധികാരവും എല്ലാ അവകാശവും താങ്കൾ അടക്കമുള്ളവർക്കുണ്ട്. അതോടൊപ്പം എന്താ അല്ല, ഇതിലൊരു കാര്യം വളരെ കോമൺ സെൻസിക്കലാണ് കാര്യം. ഇപ്പം അജിത്തേട്ടനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആരാണെങ്കിലും നമ്മുടെ അജിത്തേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്ത്, എനിക്ക് വലിയ ബഹുമാനമാണ് അജിത്തേട്ടൻ. ഇപ്പം അജിത്തേട്ടൻ ഞാൻ മനസ്സിലാക്കി, അജിത്തേട്ടൻ ഈ കാണുന്ന അജിത്തേട്ടൻ ISIന്റെ ചാരനാണ്. അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അജിത്തേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം സിദ്ധിക്ക് എടുത്ത പോലെ അബദ്ധത്തിൽ എടുത്തു എന്നൊക്കെ വരും. രണ്ടാമത്തെ അജിത്തേട്ടനാണെങ്കിൽ എനിക്ക് മനോവിഷമൊക്കെ ഉണ്ടാകും. നമ്മളുടെ വലിയ സ്നേഹമുള്ള മനുഷ്യനാണ്, ഞാൻ ഫോൺ എടുക്കില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രോബ്ലം എന്താ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു പെൺകുട്ടിക്ക് ഒരാളുടെ കൂടെ പോകാനൊക്കെ ഇഷ്ടമുണ്ടാവും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു പെൺകുട്ടിക്ക് പോകാൻ ഇഷ്ടമുണ്ട്, അവൾ എൻ്റെ കൂടെ ഞാൻ വാശി പിടിച്ച് അവൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമാണ്, അവളുടെ കുഴപ്പമല്ല. ഗണേശന് അവൾക്ക് ഇഷ്ടമുണ്ടാവും, അവൾ പോയിട്ടുണ്ടാവും, അവളുടെ കുഴപ്പം. ഇത് അവൾ ആരോപിക്കുന്ന മറ്റുള്ള ആളുകളുടെ. എന്റെ ഫക്രു, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് എവിടെയും പരാമർശം വന്നിട്ടില്ല. കോഴിക്കോട്ടിരിക്കുന്ന സജീവൻ ഉൾപ്പെടെയുള്ള എന്താ നമുക്കെല്ലാം അറിയാമല്ലോ. ശ്രീ ഗണേഷ് കുമാറിന് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ശ്രീ അതൊക്കെ അന്വേഷിക്കണം. ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ സരിതാ നായരുടെ ട്രാക്ക് റെക്കോർഡ് എന്താ? അവർ പിടികിട്ടാപ്പുള്ളിയായിരുന്നു, അവർ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് തട്ടിപ്പ് കേസുകൾ പ്രതിയായിരുന്ന ഒരു ക്രിമിനൽ, ഒരു അക്യൂസ്ഡ്. ആ അക്യൂസ്ഡ് ആയ ആളിന്, കുറ്റാരോപിതയായ ഒരാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയ്ക്ക് ക്ലിഫ് ഹൗസിൽ അടുക്കള വരെ കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക? അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അവസരം സജീവനിലേക്ക് കൂടെ പോകേണ്ടത്. റഹീം ഉന്നയിച്ച റഹീം ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യം, വലിയൊരു തട്ടിപ്പുകാരിയും വിശ്വാസ്യത ഇല്ലാത്തൊരു നേരത്തെയുള്ള അങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ത്രീക്ക് ഓഫീസിൽ പോകാൻ കഴിയും, അവർ വാർത്തയെ തുടർന്ന് അവർ പിടിയിലാകുമ്പോൾ അവർ പിടികിട്ടാപ്പുള്ളിയാണ്. രണ്ട് കേസുകൾ LP വാറന്റുകളാണ്. അവർ KB ഗണേഷ് കുമാറുമായി വിളിച്ചിട്ടുണ്ടോ, R ബാലകൃഷ്ണനുമായി വിളിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോടുള്ള റഹീം പറഞ്ഞ ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഇവർ ഇങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന്, ഇവരെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അവരെ കൂടെ അന്ന് തെളിവെടുപ്പിന് പോയ പോലീസുകാർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചാണ്. അതുപോലെ അവഗണിച്ചാണ് ഇവർ ജൂലൈ 2017 ശ്രീ A സജീവൻ അജിത് കുമാർ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ കണ്ണിങ് ആയിട്ടുള്ള, ഷ്രൂഡ് ആയിട്ടുള്ള ഒരു മീഡിയ പേഴ്സൺ ആണ്. നാം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റു പേരുകളിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ ചർച്ച എൻഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം വേറെ പുതിയ പേരുകളും പറഞ്ഞേക്കും. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ പേരുകളൊക്കെ വരുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നോക്കൂ. സുധീരനെ മാധ്യമപ്രവർത്തകന്റെയും രാഷ്ട്രീയം കാണുന്നൊരു ആളുടെയും നേരിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ വെട്ടിയങ്ങ് നിരത്തി. സുധീരൻ പറഞ്ഞത് എന്താ? നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ A റഹീം അടക്കമുള്ളവർ വിമർശിക്കുന്ന അതേ കാര്യങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഹൈക്കമാൻഡിന് മുന്നിൽ സോളാറുമായി ബന്ധപ്പെട്ട് സരിത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇതൊക്കെ മാറി നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ മുഖ്യമന്ത്രിക്ക് നേരെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത അത്രയും രൂക്ഷമായി ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്ന മുറിയിൽ ഇന്ന കട്ടിലിൽ അതിൻ്റെ അടുത്ത് ഇന്ന ചെയർ ഉണ്ടായിരുന്നു, അവിടെ വച്ച് എന്നെ പീഡിപ്പിച്ചു അടക്കം പറയുമ്പോൾ മറ്റു പല പേരുകളിലേക്ക് നാം പോകേണ്ടതുണ്ടോ? ഇതിൻ്റെയൊക്കെ ലെജിറ്റിമസി ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? ആ ചർച്ചയിൽ കൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ
വലിയൊരു വിശാല ക്യാൻവാസിലേക്ക് പോവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് എ സജീവൻ? അല്ല, ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അജിത്ത് ഒരു പുതിയ പേരുകൾ പലതും കൊണ്ടുവന്നു. വേണമെന്നാണ് ഇപ്പോൾ പ്രദീപ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് വെച്ച് തന്നെ പറയാം. ഗണേഷ് കുമാറിൻ്റെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? ഗണേഷ് കുമാറിന് സരിതയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഇത് നമ്മൾ പറയേണ്ട ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു. ഞാൻ പറയാം. ഞാൻ മംഗളത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന സമയത്താണ് ഈ ഗണേഷ് കുമാറിനുമായി ബന്ധപ്പെട്ട വിവാദം, ഗണേഷ് കുമാറിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ അത് കൊടുത്ത മംഗളമായിരുന്നു. അത് കൊടുക്കണമെന്നുള്ള പല ആൾക്കും സംശയമായിരുന്നു. വേണ്ടത്ര തെളിവുകൾ ഉണ്ടോ എന്ന് പോലും സംശയം. എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ ആരും പുറത്ത് തുറന്നു പറയാൻ പറ്റുന്നു. ഇപ്പോൾ മടിച്ചിരുന്ന സമയത്ത് പോലും അന്ന് കൊടുത്തു. ആ വിവാദങ്ങൾ മുഴുവൻ അന്ന് ഗണേഷ് സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് സത്യമായിരുന്നു. അത് പറയേണ്ട സമയത്ത് പറഞ്ഞു. ഇപ്പോൾ ഗണേഷല്ല പ്രശ്നം. ഗണേഷിനെ കുറിച്ച് എന്തുകൊണ്ട് സരിത പറയുന്നില്ല എന്ന് പറയുമ്പോൾ സരിതയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇഷ്ടമായിരിക്കാം. സരിതയുമായിട്ട് അദ്ദേഹത്തിനുള്ള എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. അത് ഒരാളുടെ താല്പര്യമനുസരിച്ച് എല്ലാ പേരുകളും പറയണമെന്നുണ്ടോ? ഇപ്പോൾ പറയുന്ന ഇന്ന കാര്യമാണ്, ഇവിടെ പറയുന്ന സംഭവത്തിൽ അത് ശരിയാണോ? ഈ ആരോപിക്കപ്പെടുന്ന കാര്യം ശരിയാണോ തെറ്റാണോ? അത് ശരിയാണെന്ന് ഞാൻ ശ്രീ സജീവൻ ഒരു ഇൻഫർമേഷന് വേണ്ടി അതോടൊപ്പം തന്നെ സരിത പറഞ്ഞൊരു കാര്യവുമുണ്ട്. തമ്പാനൂർ രവി വിളിച്ച് ഏതു തരത്തിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ പിതൃതുല്യനാണ് മുഖ്യമന്ത്രി. ആ പിതൃതുല്യൻ ഒരു മകളെപ്പോലെ എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതുവരെ ഈ ആട്ടമൊക്കെ ആടിയത് എന്നും സരിത കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ഇതാണ് പ്രശ്നം. ഒരു സ്ത്രീ അവരിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർ നല്ല മാർക്കോട് കൂടി SSLC പാസ്സാവുന്നു, റാങ്ക് 20ാം റാങ്ക് കിട്ടുന്ന രൂപത്തിലാവുന്നു, അവർ MCA എടുക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സ്ത്രീ മോശമായി തന്നെ ചെറുപ്പം മുതലേ ജീവിച്ചു പോകുന്നതല്ലല്ലോ. അവരേതോ ഘട്ടത്തിൽ അവരൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളാണ് ഇതെല്ലാമെന്ന് അവർ പറയുന്നു. നമ്മളിപ്പോൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായ കാര്യങ്ങളാണിത്. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ, കേരളത്തിലൊരു സ്ത്രീയെ ട്രാപ്പ് ചെയ്തതിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അത് ആര് ചെയ്തു? അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്തില്ല, അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, പിന്നെ അവർ അഴിഞ്ഞാട്ടക്കാരിയാണെന്നൊക്കെ ആരോപിക്കുകയാണ്. ശരിയാണെങ്കിൽ നമുക്ക് അതും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. അതല്ലാതെ ഇവർ പറയുന്നത് കേൾക്കരുത്, അതൊന്നും എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ നമ്മളെന്തിന് തള്ളിക്കളയുന്നു? മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ നേരത്തെ അജിത്ത് പ്രതിരോധിച്ചൊരു കാര്യമാണ്, ഇവർ ഫോൺ എടുത്തു പോയി എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ചില ഫോൺ കോൾ എനിക്ക് വരുന്ന ഇഷ്ടമല്ല, ഞാൻ അതിൽ പലപ്പോഴും ചെയ്ത് നോക്കിയാറുള്ള ശല്യം എന്ന് കൊണ്ട് വയ്ക്കും. ആ ഫോൺ വന്നാൽ എടുക്കില്ല. അപ്പോൾ വളരെ ഇതായിട്ടുള്ള ഫോണുകൾ അങ്ങനെ ചിലപ്പോൾ മാറ്റി വെച്ചേക്കാം. ഇത്ര 518 തവണ 500ലേറെ തവണ വിളിക്കണമെങ്കിൽ ഈ സ്ത്രീ മോശക്കാരാണ് എന്നിപ്പോൾ വേണുമോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരാളുടെ ഫോൺ ഞാൻ എടുക്കില്ല, അജിത്ത് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കുക. അത് ആ ഫോൺ തന്നെയാണ്, നമ്പർ അതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതേപോലെ എന്തെങ്കിലും ഒരു പേരെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും. അതിന് പകരം ഈ 500ലേറെ തവണ സംസാരിക്കുന്നു, ഇപ്പോൾ 200 തവണ സംസാരിക്കുന്നു, 50 തവണ സംസാരിക്കുന്നു, കുറേ നേരം സംസാരിക്കുന്നു. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ മുമ്പാകെ ഏറ്റവും വലിയ തെളിവുകളായിട്ട് വന്നിട്ടുള്ളത് അവർ പറയുന്ന സംഭാഷണമുണ്ടല്ലോ. ആ സംഭാഷണത്തിൽ നിങ്ങളെന്ത് ശല്യക്കാരെ, നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലല്ലോ ഇവരാരും പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം, സംസാരിക്കാം, തീർക്കാം, കാണാം എന്നൊക്കെയാണല്ലോ പറഞ്ഞില്ലേ. അങ്ങനെ ഒരാളോട് പറയുമ്പോൾ ഞാൻ സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അജിത്ത് സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പ്രദീപ് സംസാരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ട്, വേണുമോഹനും സംസാരിക്കില്ല കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? ഇത് സത്യസന്ധമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരുടെയും നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല, ഒന്നുമില്ല. ആകെ ഞാൻ പറയുന്ന കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ. ഞാനതുകൊണ്ടാണ് നേരത്തെ കോടതിയുടെ മുമ്പാകെ കോടതിയിൽ പ്രതി ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കണം. പക്ഷേ കോടതിക്ക് സൊമോട്ടോ ചെയ്യാവുന്ന കാര്യമാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നാടിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കോടതിയുടെ ഭാഗത്തും ഉണ്ടാവേണ്ടതായിരുന്നു. യെസ്, ആ ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ വാർത്തയാണ് പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ടത്. സോളാർ തട്ടിപ്പ് കേസിൽ സരിത ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഔദ്യോഗിക ഫോണിലൂടെയും അതോടൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ ഫോണിലൂടെയുമായിരുന്നു സംഭാഷണം. എ സജീവൻ പറഞ്ഞതനുസരിച്ച് ഒരു കള്ളിയായ സ്ത്രീ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചതെങ്കിൽ ആവർത്തിച്ചെന്തിന് ഇവർ സരിതയുമായി സംഭാഷണം നടത്തണം?
സോളാർ കമ്മീഷനിലും ഇത്തരം വിഷയങ്ങൾ പരാമർശ വിധേയമായിരുന്നു. ജെ അജിത് കുമാറിലേക്ക് വരാം. ഈ ചോദ്യം നേരത്തെ എ സജീവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തോട് നിലനിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഒഫൻസ് അത് ഇന്ന ഘട്ടങ്ങളിൽ മാത്രം നടന്നു എന്നൊരാൾക്ക് പറയാമോ? പ്രത്യേകിച്ചും ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ഔദ്യോഗിക വസതിയിലാണ്. അതിന്റെ ഏറ്റവും കൃത്യമായ നിലപാട്, കോൺഗ്രസ് നിലപാട് എന്താണ്? ജെ അജിത് കുമാറിലേക്ക് വരാം. ജെ അജിത് കുമാറിലേക്ക്. ശ്രീ അജിത് കുമാർ, എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെയും ഇന്നുമായി നടന്ന കാര്യങ്ങൾ. ഇന്നലെ ഞാനത് സ്പെസിഫിക് ആയിട്ട് ഇന്നലത്തെ കാര്യങ്ങൾ താങ്കൾ ഫോളോ ചെയ്തിട്ടുണ്ടാകണം ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ. എന്താണ് ഇന്നലെ സരിത പറഞ്ഞത്? ഡേറ്റ്, അതായത് 2013 ജൂലൈ 19 എഴുതിയ കത്ത്. ആ കത്തിലെ 3-ാമത്തെ പേജിൽ പറയുന്നു, ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നെ ശാരീരികമായി ചൂഷണം ചെയ്തു. അതോടൊപ്പം ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് എന്നെ ഒരു കേന്ദ്രമന്ത്രി, അവരുപയോഗിച്ച പദം ഞാൻ അതേപോലെ ഉപയോഗിച്ചാൽ, ബലാത്സംഗം ചെയ്തു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന്റെ PA പല കേന്ദ്രമന്ത്രിമാർക്കും ശരീരം കാഴ്ചവെക്കാൻ പ്രലോഭിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് പറയുമ്പോഴുണ്ടല്ലോ ശ്രീ അജിത് കുമാർ, നമുക്ക് തന്നെ ചിലപ്പോൾ അറപ്പുണ്ടാവും. കാരണം ആരോപണങ്ങൾ നേരിടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ, അവരുടെ ഔദ്യോഗിക വസതിയിൽ അടക്കം കാര്യങ്ങൾ. ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ടത് ഇതൊക്കെ നിഷേധിക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ പറയുന്ന ആൾ വിളിക്കുന്നു. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രസക്തി. ഈ പറയുന്ന ആൾ വിളിക്കുന്നു, ബന്ധപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി വരുന്നു. ഇനി താങ്കൾ എത്ര നിഷേധിച്ചാലും എനിക്ക് അതോടൊപ്പം കണക്ട് ചെയ്യേണ്ടത്, താങ്കൾക്ക് സമയം തരും, കണക്ട് ചെയ്യേണ്ടത്